എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മൺഡേ അമൃതയിൽ പോയി ചെക്കപ്പായിരുന്നു, റൂട്ടീൻ ചെക്കപ്പ്. കുഴപ്പങ്ങളൊന്നുമില്ല. WBC HB പ്ലേറ്റ്ലെറ്റൊക്കെ ഓക്കെയാണ്. ലിവർ ഫങ്ഷൻ കറക്റ്റാണ്, കിഡ്നി ഫങ്ഷൻ കറക്റ്റാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഷുഗറില്ല. നമ്മൾ മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ടിപ്പോൾ 15 മാസമായിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത 2 മാസം കൂടെ കഴിയുമ്പം ബോൺ മാരോ ഉണ്ട്. മറ്റേ 3 മാസം കൂടുമ്പോഴായിരുന്നു, ഇപ്പോൾ 6 മാസം കൂടുമ്പോഴേ ഉള്ളൂ. അങ്ങനെ പടിപടിയായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പം എന്തൊരാശ്വാസം. ഡോക്ടർ തരുന്ന ഊർജം അതൊരു പ്രത്യേക, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഒരു ഊർജമാണ്. അവരുടെ വായിൽ നിന്നും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ബ്ലഡ് റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഇനി എനിക്കൊരു ഗുളികയും കൂടെ നിർത്താനുണ്ട്. എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളുടെ ഒരു ഗുളിക, ഉറങ്ങാനായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു ഗുളികയുണ്ട്. ഏറ്റവും ഡോസ് കുറഞ്ഞ ഒരു ഗുളികയാണ്. അത് 6 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ 10:30-11 ആകുമ്പോഴത്തേക്ക് സാധാരണ പോലെ ഉറങ്ങും. അപ്പം ഇന്നലെ ഞാൻ പോയപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ, എന്നിട്ട് നിർത്തിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ ഇന്നലത്തെ യാത്രയായിരുന്നു അടിപൊളി. രാവിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 6 മണിക്കുള്ള മുമോ ട്രെയിനിന് എറണാകുളം സൗത്തിലിറങ്ങി. അവിടുന്ന് മെട്രോയിൽ എടപ്പള്ളിയിലെത്തി. എടപ്പള്ളിയിൽ നിന്ന് ഓട്ടോയിൽ അമൃത ഹോസ്പിറ്റലിലെത്തി. അടിപൊളി യാത്രയല്ലേ. 2020 മുതൽ പെരയ്ക്കകത്ത് ഇരുന്ന് ഞാൻ ഒരു പരുവമായി. ലോകം ഞാൻ അത്ഭുതത്തോടെയാണ് കാണുന്നത്. ബസ്സിൽ കയറുന്നതും ട്രെയിനിൽ കയറുന്നതും മെട്രോയിൽ കയറുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര അത്ഭുതവും ആവേശവുമാണ്. തിരിച്ചിങ്ങോട്ട് ബസ്സിനാണ് വന്നത്, ആലപ്പുഴ വഴി. അവിടെ റോഡ് പണിയാണല്ലോ, ഒത്തിരി ലേറ്റായി വന്നപ്പോൾ. അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പ് കൂടായിരുന്നു. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ കഴിഞ്ഞു, 1-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക്. എല്ലാവരും ഓണത്തിനെ വരവേൽക്കാൻ റെഡിയായോ? എന്തൊക്കെയുണ്ട് ഓണം വിശേഷങ്ങൾ? എല്ലാം പറയണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.